ഹോർമൂസ് കടലെടുക്ക് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധകളമായി മാറിയിരിക്കുകയാണ്. ഗൾഫ് സമുദ്രത്തിൽ ഒന്നിനു പുറകെ ഒന്നായി വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ. ഇറാന്റെ ഡ്രോൺ ബോട്ടുകളും സമുദ്രത്തിൽ പാകിയ മൈനുകളും വിതയ്ക്കുന്ന ഭീതിയിൽ ഗൾഫ് രാജ്യങ്ങളും കപ്പൽ കമ്പനികളും പകച്ചു നിൽക്കുകയാണ്. ഇറാഖ് സമുദ്രാതിർത്തിയിലും ഗൾഫ് കടലിലുമായി കഴിഞ്ഞ മണിക്കൂറുകളിൽ നിരവധി വാണിജ്യ കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച ഇറാനിയൻ ബോട്ടുകൾ ഇന്ധന ടാങ്കറുകൾക്ക് നേരെ ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ആക്രമണത്തിൽ മാർഷൽ ഐലൻഡ്സ് പതാക വഹിക്കുന്ന സേഫ് സി വിഷ്ണു, സെഫിറോൺസ് എന്നീ കപ്പലുകൾക്ക് തീപിടിക്കുകയും നിർഭാഗ്യവശാൽ ഒരു വിദേശ കപ്പൽ ജീവനക്കാരൻ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിനു പുറമെ UAE തീരത്തിന് സമീപം തായ് പതാകയുള്ള മയൂരി നാരി, ജപ്പാൻ കപ്പലായ വൺ മജസ്റ്റി, സ്റ്റാർ ഗുനത്ത് എന്നീ കപ്പലുകൾക്ക് നേരെയും അജ്ഞാത ഷെല്ലാക്രമണങ്ങളുണ്ടായി. കടലിൽ കാണാതായ നാവികർക്കായി വിവിധ രാജ്യങ്ങളുടെ നാവിക സേനകൾ തീവ്രമായ തിരച്ചിൽ തുടരുകയാണ്. ലോകത്തിലെ എണ്ണയുടെയും വാതകത്തിന്റെയും 1/5 കടന്നു പോകുന്ന നിർണായക വാണിജ്യ പാതയാണ് ഹോർമൂസ് കടലെടുക്ക്. നമുക്കറിയാം, അമേരിക്കയും ഇസ്രയേലും ഇറാനുമായി തുടരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കടലിടുക്കിലൂടെയുള്ള എണ്ണ നീക്കം ഇറാൻ നിലവിൽ പൂർണ്ണമായും തടഞ്ഞു വച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ തടഞ്ഞിരിക്കുകയാണ്. റഷ്യൻ യുദ്ധത്തിൽ യുക്രൈൻ പ്രയോഗിച്ചതിന് സമാനമായിട്ടുള്ള സ്ഫോടക വസ്തുക്കൾ നിറച്ച ആളില്ല ഉപരിതല ബോട്ടുകൾ ആണ് ഇറാനും ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിന് പുറമെ ഡസൻ കണക്കിന് കടൽ മൈനുകളും ഇറാൻ വിന്യസിച്ചിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന ഏതൊരു കപ്പലും ലക്ഷ്യമിടും എന്നാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കർശന മുന്നറിയിപ്പ്. ഈ പരമ്പരയായിട്ടുള്ള ആക്രമണങ്ങൾ ഗൾഫ് രാജ്യങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇറാഖിന്റെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനമാണിതെന്ന് ഇറാഖി ഉദ്യോഗസ്ഥർ അപലപിച്ചു കഴിഞ്ഞു. തങ്ങളുടെ കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കാൻ അമേരിക്കൻ നാവികസേനയോട് ഷിപ്പിംഗ് കമ്പനികൾ നിരന്തരം അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും നിലവിൽ ആക്രമണ സാധ്യത വളരെ കൂടുതലാണെന്ന് ചൂണ്ടിക്കാട്ടി അമേരിക്ക ആ അഭ്യർത്ഥനകൾ തള്ളിക്കളയുകയാണ്. ഇത് GCC രാജ്യങ്ങൾക്കിടയിൽ കടുത്ത ഒരു തരം അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ആഗോള വാണിജ്യത്തിന്റെ ജീവനാഡിയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ പൂർണ്ണ നിയന്ത്രണം ലക്ഷ്യമിടുകയാണ് എന്നുള്ളതാണ് ഒരു വാസ്തവം. ഒരു വശത്ത് ആളില്ലാ സ്ഫോടക ബോട്ടുകൾ, മറുവശത്ത് കടൽ മൈനുകളും തീർക്കുന്ന കെണിയിൽപ്പെട്ട് GCC സമൂഹം ശ്വാസമടക്കി നിൽക്കുന്നു. ഗൾഫ് രാജ്യങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്ന ഈ യുദ്ധഭീതി വരും ദിവസങ്ങളിൽ ആഗോള സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയാൻ ന്യൂസ് ഡെസ്ക്.